MLA-യും ഈ യോഗത്തിലേക്ക് സാധിച്ചു. പിന്നെ നമ്മുടെ വികാരിയത്തെ വളരെ മനോഹരമായ രണ്ടാമത്തെ വെക്കേഷനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. സമയക്കുറവുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവിധ വികസന കാര്യങ്ങളും എല്ലാവിധ ആശംസകളും നമസ്കാരം. പ്രിയപ്പെട്ട ARSനെ സാധിക്കുന്നു. സ്നേഹമുള്ള MLA, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ, സ്നേഹമുള്ളവരെ, ഒരു വെയിറ്റിംഗ് ഷെഡ് കാത്തിരിക്കാനുള്ളത് മാത്രമല്ല, അതൊരു സംരക്ഷണ കേന്ദ്രമാണ്. മഴ നനയാതെ, വെയിലടിക്കാതെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശല്യങ്ങളുണ്ടാകാതെ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സങ്കേതമാണ്. അത് ആധുനിക സാങ്കേതിക സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ളത്. ഇതിന് മുൻകൈയെടുത്ത MLA-യും സഹകരിക്കുന്ന മുനിസിപ്പാലിറ്റിയെല്ലാം ഞാൻ അകമൊഴിഞ്ഞ് അനുമോദിക്കുകയും ഇതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും അധികം യാത്രക്കാർ അരുവിത്ര പള്ളിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ, തീർത്ഥാടകർ, അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഷോപ്പിംഗ് മാളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെയായി എത്തിച്ചേരുന്ന ആളുകൾ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അതുപോലെ ഈരാറ്റുപേട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രവേശന കവാടവുമാണ്. ഇവിടെ മുൻപ് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുമ്പ് പിന്നീട് കാഞ്ഞിരക്കാവിലെ റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു കളയുകയും എന്നാൽ പിന്നീട് നിർമ്മിക്കുന്നതിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വീഴ്ച കാണിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇവിടെ പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും ഇന്നത്തെ കൗൺസിലറായിരുന്ന ഡീനായുടെയും അതുപോലെ അരുവിത്ര പള്ളിയിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെയുള്ള ആവശ്യം മുൻനിർത്തി ഇതിനാവശ്യമായ MLA ഫണ്ട് അനുവദിച്ചു. അപ്പോൾ ഏറ്റവും മനോഹരമായ നിലയിൽ ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം പൂർത്തീകരിച്ച പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരെയും കരാറെടുത്ത കോൺട്രാക്ടറെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതിനെല്ലാ പിന്തുണയും സഹായവും നൽകിയ മുനിസിപ്പാലിറ്റിയെയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇവിടെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അത് തൊട്ടു ചേർന്ന് റവന്യൂ ഭൂമിയാണ്, ആ റവന്യൂ ഭൂമിയുടെ ഭാഗമാണ് ഇത് എന്നുള്ള നിലയിലുള്ള ചില തർക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ജില്ലാ കളക്ടർ, റവന്യൂവിൻ്റെ ജില്ലാ മേധാവി എന്ന് പറയുന്ന ജില്ലാ കളക്ടറാണ്, കളക്ടർ തന്നെ നേരിട്ട് എൻ്റെ നിർദ്ദേശം പരിഗണിച്ച് ഇവിടെ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ആ പ്രശ്നം പരിഹരിച്ചാണ് ഇത് മനോഹരമായി തീർക്കാനായിട്ട് കഴിഞ്ഞു. ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വരും ദിവസങ്ങളിൽ നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. ഇങ്ങനെ ഈരാറ്റുപേട്ടയ്ക്കും അരുവിത്തറയ്ക്കും നമ്മുടെ ഈ നാടിനാകെ വികസനത്തിൻ്റെ വലിയ ഒരു വാതായനങ്ങൾ തുറക്കുന്ന സമയമാണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഉപയോഗിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആദരണീയനായ വികാരിച്ചനെയും ഇവിടെ പ്രിയങ്കരനായ ബസ്സുകൾ അല്പം മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനമെടുത്ത് മോട്ടോർ വാഹന ഗതാഗത വകുപ്പിന് കൊടുത്താൽ ഇവിടെ ബസ് സ്റ്റോപ്പാക്കി നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റോപ്പ് ഇവിടെ ഫിക്സ് ചെയ്യണമെന്നുള്ള നിലയിൽ തീരുമാനമെടുത്ത് MPI ഓഫീസിൽ കൊടുത്താൽ നമുക്ക് ആ നിലയിലുള്ള ഓടുന്നതാണ്. എല്ലാവർക്കും കൃത്യമായ നന്ദി അർപ്പിച്ചു ഞാൻ വാർത്ത